എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞങ്ങൾ ലിവിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ലിവ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള മെയിൻ പ്രോഗ്രാം നടക്കുന്നത് ഇന്നും നാളെ. സെയിനാണ് ഇപ്പോൾ ഒരുമിച്ച് പോണത്. ഒന്ന് രണ്ടാൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ കുറേ ഈ പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ഭാഗങ്ങളൊന്നും കാണിക്കണില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്ര കണ്ട് ക്ലാരിറ്റിയിൽ കിട്ടിയിരുന്നില്ല. അത് വെയിലുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ഇന്ന് നല്ല ക്ലൈമറ്റും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആകാശത്തിൻ്റെ കളറുകളും അതുപോലെ തന്നെ മണലിൻ്റെ കളറൊക്കെ പക്കയായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കുറച്ച് യാത്ര ചെയ്തപ്പോൾ ചെറിയൊരു ക്ഷീണം. പിന്നെ ഒന്നും നോക്കിയില്ല, ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിക്കാണ്ട് ഒന്ന് ഫ്രഷ് ആവാൻ തീരുമാനിച്ച്. പുറത്തിറങ്ങി നോക്കുമ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ, നല്ല തണുത്ത കാറ്റും കാര്യങ്ങളും. പിന്നെ സെയിന് പറഞ്ഞാൽ നമുക്ക് 2 ഫോട്ടോസ് എടുക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ സെയിനുവിൻ്റെ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന രംഗാട്ടെ ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ ബോണറ്റിലാണ് അവൻ്റെ മൊബൈൽ വെച്ചിട്ടുള്ളത്. നമ്മുടെ ക്യാമറയും അവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് അവിടെ നടന്നു വരിക. നടക്കേ സ്റ്റാർട്ടായി പോയിച്ചോക്കണോ. സത്യത്തിലേ ഇപ്പൊ ഞങ്ങൾ പെട്ടിക്കാണ് കേട്ടോ. ഭയങ്കര ബ്ലോക്ക്. നമ്മൾ മുന്നിലാണെന്നുണ്ടെങ്കിലോ ഒരു വണ്ടി കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഒരു വണ്ടി ഓനടയിൽ കോലിട്ട് കണ്ട് കൊടുത്ത് നിർത്തിക്കുകയാണ്. അങ്ങനെ ഞാനും സേനും ഇവിടെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെ പരിപാടി നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം മറ്റു 2 ആളുകൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഭാഗത്തേക്ക് പോയി നിൽക്കട്ടെ. അപ്പോൾ ഇവരാണല്ലേ നമ്മളെ കാത്തു നിന്ന് 2 ആളുകൾ. ഒരാൾക്ക് കളഞ്ഞിട്ടിങ്ങനെ ഇവിടെ വെച്ചെങ്ങാണ്ട്. ഒരുത്തന്നെ കളറ് കണ്ടില്ലേ നിങ്ങൾ, വെളുത്ത് കുട്ടപ്പനായിട്ട് നിൽക്കണ മഞ്ഞ. ഇവിടെ നോക്കുമ്പോൾ കാർത്ത് കാര്യവാളിച്ചിങ്ങണ്ടാ. എല്ലാം വിധിയുടെ സെയിനും 50 തിരിച്ചു കൊടുത്ത് മാതൃകയാവാൻ പോവാണ്. സുഹൃത്തുക്കളെ, ഞങ്ങൾ എണ്ണി പെറുക്കിങ്ങാണ്ട് പൈസ ഒക്കെ എടുത്തുങ്ങാണ്ട് ബാക്കത്തെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടല്ലോ, അവിടെ പോയി ടിക്കറ്റ് ഒക്കെ എടുത്തു. ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം പറഞ്ഞു 4 ദിവസത്തിനുള്ളിലുള്ള എന്താണ് PCR ടെസ്റ്റ് വേണമെന്ന്. അപ്പൊ പിന്നെ ഞങ്ങള് പൈസ തിരിച്ചു മേടിച്ചിരിക്കുകയാണ്. പക്ഷെ അവിടെ കാര്യമല്ലോ, 4 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ 400 കൊടുത്തിരുന്നു. പൈസ തിരിച്ചു തന്നപ്പോൾ ഒരു 50 കൂട്ടി തന്നു. പക്ഷെ 50 ഞങ്ങൾ തിരിച്ചു കൊടുത്ത് മാതൃകയായിട്ടുണ്ട്. അപ്പൊ ഇനി ഏതായാലും ഞങ്ങൾക്ക് പുറത്ത് നിന്നാണ്ട് പരിപാടി കാണാം. ചക്കരച്ചോറിന്റെ മണം വരും. അവിടെ ഒരു വണ്ടി ഇറങ്ങി വരുന്നു അവിടുന്ന് മേലിന്ന്. അപ്പൊ അതിനറിയാം നമുക്ക് അതിന്റെ മേലെ കയറി പോയാലോന്ന്. അതോ അതും കൂടി ക്രോസിനാണ് കയറി പോവാ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ മണലിന്റെയും മലയുടെ മുകളിലോട്ട് കയറണം എന്നുള്ളത്. നമ്മൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുന്നിൽ ഇതാക്കണ ഇർഷാദ് എല്ലാവരും ഉണ്ട്. ഈ സൈഡിൽ വണ്ടികൾ കയറിപ്പോരുന്നു, അതേമാതിരി ഇറങ്ങണു. കഴിയൂല കേട്ടോ, കയറാൻ കഴിയൂല. ഇത് ചില്ലറ ടാസ്ക് ഒന്നല്ല കേട്ടോ, നല്ല കുഴങ്ങുണ്ട്. ഓ സുഹൃത്തുക്കളെ, പകുതി ഇപ്പോഴും കയറി കഴിഞ്ഞിട്ടില്ല. അലി ഇരിക്കണ ഇരുത്തം കണ്ടില്ലേ? അയ്യോ, ഓ ഓ ഉർഷാദ് കൊറേ ദൂരത്ത് എത്തിക്കണ്ടാ. ഇതെന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇത് കയറാനേ നാക്കുണ്ട്. നമ്മളല്ല ഇങ്ങനെ ചോട്ടുമ്പോഴേ മണൽ ഇങ്ങോട്ട് തന്നെ പോരാ, അടിയിങ്ങനെ ഇറങ്ങി പോവാ. അപ്പോൾ മേലെ ഇങ്ങനെ കയറില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നീ ഇങ്ങനെ റബ്ബർ ഒട്ടിൽ കയറൂല, അതേമാതിരി ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ കയറി പോയേക്കാം. തീർച്ചയായും അവിടെ ടോപ്പിൽ ഏകദേശം ഇങ്ങനെ എത്താനായിക്കണ്. ഒരു 3/4 ഭാഗത്തോളം എത്തിക്കണം തീർച്ചയാതെ. ഓനാ ഒരു തടിയും വെച്ചിങ്ങാണ്ട് അത്രയും കയറി. ഞാൻ അതാണ് ആലോചിച്ചു. അയ്യോ, നമ്മളെ നാട്ടിൽ മല കയറി കേട്ടോ നിനക്കായി എളുപ്പം. നമ്മളെ സെയിനും ഇതാകണം കയറി വരുന്നു. നമ്മൾ ഏകദേശം അത്ര കയറിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ
ഈ ഭാഗത്തു നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഇതിന്റെ ടോപ്പിൽ കയറി വെക്കാം. എന്നിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാലോ. ഇതാണല്ലേ വണ്ടികൾ കയറി വരാണ്ടില്ലേ. കഴിഞ്ഞ വീഡിയോയിലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുന്ന് നമ്മൾ കയറുന്നില്ലത്. പക്ഷെ കയറാൻ സാധിച്ചില്ല, പോലീസന്മാരെ കയറാൻ അയച്ചില്ല. ഇന്നിപ്പോൾ ഇങ്ങനെ എല്ലാവരും കയറുന്നുണ്ട്, അപ്പോൾ കയറാന്നുള്ളൂ. അല്ലോ പക്ഷേ ഈ കമ്പിമപ്പിന് പിടിച്ചിട്ട് വേണം കയറാനേ, അല്ലാന്നുണ്ടെങ്കിലേ കുഴങ്ങി മറ്റും. ഇതാണല്ലേ അതിൻ്റെ കയ്യിൽ ഷൂ ഉണ്ട്, പിന്നെ ലുലുന്ന് മേടിച്ച് കഴിഞ്ഞാൽ കുറേ ചിപ്സും കാര്യങ്ങളും ഉണ്ട്, വെള്ളമൊക്കെ ഉണ്ട്. അയ്യോ അയ്യോ സുഹൃത്തുക്കളെ, കുടുങ്ങിക്കാണ് സത്യത്തില്. അപ്പോൾ ഈ കമ്പിയാണല്ലേ അതുമ്മ കൂടി പിടിച്ച് വെച്ചിട്ടാണ് കയറി പോണത്. നല്ല റിസ്ക് തന്നെയാണ് ഇത് കയറി പോകാൻ. ഇതാ കണ്ടില്ലേ, ആ ഭാഗത്താണ് പരിപാടി നടക്കണം, ഗ്യാലറിയും കാര്യങ്ങളൊക്കെ ഒക്കെ ഇതാക്കണോ. തീർത്തുകാണ്ട് ഇരിക്കണാണ്ടില്ലേ ഒക്കെ കയറ്റം കയറി ഞാൻ താഴത്തോട്ട് ഇറങ്ങാണ്. അവിടെ പോലീസുകാരുണ്ടായോണ്ട് ഞങ്ങള് സ്റ്റോപ്പിൽ എത്തിയപ്പോ പോലീസുകാർ വീണ്ടും ഞങ്ങൾ താഴത്തോട്ട് ഇറക്കിക്കാണ്. ഇപ്പോ ഇറങ്ങാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ താഴത്തോട്ട് പോവാണ്. അയ്യോ സത്യം പറയല്ലോ, ഛർദിച്ചാനൊക്കെ വരുന്നുണ്ട് വൈകിട്ടേ. അയ്യോ നമ്മള് താഴത്തുനിന്ന് കാണാനാട്ടോ, നല്ല ചെങ്കുത്തായിട്ടുള്ള കയറ്റാ. ഇതാണ് ഇതിന്റെ ടോപ്പ് എന്നുള്ള വ്യൂ. ഒരു വണ്ടി വരണ്ടില്ല.
Thank you.